അഫൂവ്, ഗഫൂർ, ഗഫാർ എന്നീ സിഫത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ വരുന്നതാണ് അത്തവ്വാബ്. അവൻ തവ്വാബാണ്, ധാരാളമായി തൗബ സ്വീകരിക്കുന്നവൻ, ധാരാളമായി തൗബ സ്വീകരിക്കുന്നവൻ തവ്വാബ്. തൗബക്കുള്ള തൗഫീഖ് നൽകുന്നവൻ, തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത് കൊതിക്കുകയും തൗഫീഖ് നൽകുകയും ചെയ്യുന്നവനാണ്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അല്ലാഹു നിങ്ങൾ തൗബ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ അവൻ ചെയ്ത തെറ്റിൽ നിന്ന് തിരിച്ചു വരണമെന്ന് അവൻ ഉദ്ദേശിക്കുന്നതിന് മുൻപേ അവൻ തിരിച്ചു വരണമെന്ന് അവന്റെ റബ്ബിനാണ് ആഗ്രഹം. തവ്വാബാണ് അവൻ, അവനാണ് തവ്വാബ്. അല്ലദീ ലം യസൽ യതൂബു അല തായിബീൻ, തൗബ ചെയ്യുന്നവർക്ക് തൗബ നൽകുന്നവൻ, അവനിലേക്ക് മടങ്ങുന്നവരെ അങ്ങനെ മടക്കിയെടുക്കുന്നവൻ. ഒരുത്തൻ മടങ്ങിച്ചെന്നാൽ തിരിച്ചയക്കുന്നവനല്ല, മടങ്ങിച്ചെന്നാൽ മടക്കിയെടുക്കുന്നവനാണ് അല്ലാഹ്, അവനിലേക്ക് സ്വീകരിക്കുന്നവനാണ് അല്ലാഹ്, അവനിലേക്ക് മടങ്ങുന്നവരെ സ്വീകരിക്കുന്നവനാണ് റബ്ബ്. തവ്വാബാൻ. വയഗ്ഫിറു ദുനൂബൽ മുദ്നിബീൻ വയഗ്ഫിറു ദുനൂബൽ മുനീബീൻ, അവനിലേക്ക് ഇനാബത്ത് ചെയ്ത് ഹൃദയം ഖേദിച്ച് മടങ്ങി ചെല്ലുന്ന ആളുകൾക്ക് അവൻ മഗ്ഫിറത്ത് നൽകുന്നവനാണ്. ഫകുല്ലു മൻ താബ ഇലല്ലാഹി തൗബതൻ നസൂഹ താബല്ലാഹു അലൈഹി, അവനിലേക്ക് ആരൊക്കെ തൗബ നസൂഹായ തൗബയുമായി ചെല്ലുന്നുവോ അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. തൗബ നസൂഹാകണമെങ്കിൽ അതിനുള്ള ചില ശുറൂത്തുകളുണ്ട്. ഒന്ന്, ഖേദിക്കണം. അത് ആദ്യത്തെ തൗബയുടെ ആദ്യത്തെ ഭാഗമാണ്. ഹൃദയത്തിൽ പിടപ്പുണ്ടാകണമെന്നാണ്. രണ്ടാമത്, ഇനി അതിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലെത്തണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് പുണ്യകർമ്മങ്ങൾ കൊണ്ട് മുന്നേറുകയും വേണം. എത്ര വഴിദൂരം നമ്മൾ പിന്നിലേക്ക് പോന്നുവോ അതുപോലെ അതിനേക്കാൾ വേഗത്തിൽ മുന്നിലേക്ക് പോകണമെന്നുള്ള പിന്നിട്ട വഴിദൂരങ്ങളെല്ലാം പിന്തിച്ച വഴിദൂരങ്ങളെല്ലാം ഇനി മുന്തിച്ച് അതിന്റെ അപ്പുറത്തേക്ക് എത്തണമെന്നുള്ള ദൃഢമായ തീരുമാനമുണ്ടാകുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും വേണം. നസൂഹായ തൗബയുടെ ലക്ഷണം, ഒരാൾ മോശത്തിൽ നിന്ന് നന്മയിലേക്ക്, മിന സയ്യി ഇലൽ ഹസൻ വമിനൽ ഹസൻ ഇല അഹ്സൻ, മോശത്തിൽ നിന്ന് നല്ലതിലേക്ക്, നല്ലതിൽ നിന്ന് അതിനേക്കാൾ നല്ലതിലേക്ക് ഒരാൾ തിരിച്ചു പോകുന്നതിനാണ് നസൂഹായ തൗബ എന്ന് പറയുക. ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് ഒരുത്തൻ തിരിച്ചെത്താനുള്ളത്. ചിലപ്പോൾ തൗബ കൊണ്ടൊരു മനുഷ്യൻ അവൻ എത്രയാണോ അവൻ പിന്നോട്ട് പോയത് ആ ദൂരം കവർ ചെയ്ത് അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് നിൽക്കും. മറ്റു ചിലപ്പോൾ തൗബ ചെയ്താൽ ഒരാൾ പാപം ചെയ്ത് വളരെ അകന്നു പോയിട്ടുണ്ടാകും, തൗബ ചെയ്ത് തിരിച്ചു വരും, എന്നാൽ മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കൊള്ളണം എന്നില്ല. അതാണ് പാപത്തെ പേടിക്കേണ്ട ഒരു കാര്യം. പാപം ചെയ്താൽ തൗബ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മൾ ചില പാപങ്ങൾ എന്നുള്ളത് നമ്മെ വളരെ അകറ്റിക്കളയും. അത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല ഒരു മനുഷ്യന്, കഴിഞ്ഞോളണമെന്നില്ല. എത്ര അവൻ തിരിച്ചു പോരണമെന്ന് വിചാരിച്ചാലും പഴയ അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞോളണമെന്നില്ല. മുമ്പുണ്ടായിരുന്ന സ്വലാഹിയത്ത് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന നല്ല അവസ്ഥ, അതിലേക്ക് അവന് തിരിച്ചു പോരാൻ കഴിയാത്ത വിധം മനുഷ്യനെ തളർത്തിക്കളയും ചില പാപങ്ങൾ. അതാണ് പാപങ്ങളെ പേടിക്കേണ്ടത്, എത്ര നിസ്സാരാണെങ്കിൽ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില പാപങ്ങൾ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായിട്ടായിരിക്കും നൽകുക. എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്ന ചില ആളുകൾ ചെറിയൊരു പാപമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവില്ല, പിന്നെയോ അവർ തദക്കറു ഫഇദാഹും മുബ്സിറൂൻ, ശൈത്താൻ അവരെ ബാധിച്ചു, ചെറിയ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, പക്ഷെ അവർ പുനരാലോചിച്ചു കഴിഞ്ഞാൽ മുബ്സിറുകളായിരിക്കും. പിന്നെ അവർ പോകുന്നത് തെറ്റിൽ നിന്ന് അവർ അത് ഉണർന്നു കഴിഞ്ഞാൽ ആ ഉണർച്ചയുടെ വേഗത്തിൽ അവർ സഞ്ചരിക്കും. ആ സഞ്ചാരം മുമ്പുണ്ടായിരുന്ന അവസ്ഥയല്ല, അതിനേക്കാളും മുന്നിലെത്തും. ശൈത്താൻ അവർ പറ്റ തോൽപ്പിച്ചു കളയും. അങ്ങനെയുള്ള ആളുകളെ അവരുടെ തൗബ എന്നുള്ളത് ശൈത്താൻ ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. അവരാണ് തവ്വാബുകൾ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന നസൂഹായ തൗബ ചെയ്യുന്ന ആളുകൾ. അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. ഫഹുവ തായിബു അല തായിബീൻ, അള്ളാഹുവാണ് തായിബ് അല തായിബീൻ. സൃഷ്ടി തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക.
അള്ളാഹ് തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ തിരിച്ചെടുക്കുക, അവനിലേക്ക് അവൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അവരുടെ തൗബ സ്വീകരിക്കുക. ഔവലൻ അള്ളാഹ് തായിബാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടും? ഔവലൻ ബിതൗഫീഖിഹിം ലിത്തൗബ, തൗബ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുന്നു എന്നുള്ളത് തന്നെ അള്ളാഹ് തായിബാണ് എന്നതിന്റെ അർത്ഥത്തിൽപ്പെടുന്നതാണ്. ലിത്തൗബത്തി വൽ ഇഖ്ബാലി ബിഖുലൂബിഹിം ഇലൈഹി, ഹൃദയങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാനും അഅ്മാലുകൾ കൊണ്ട് അവനിലേക്ക് മടങ്ങിച്ചെല്ലാനും തൗഫീഖ് കൊടുക്കുക എന്നുള്ളത് അല്ലാഹ് തവ്വാബാണ് എന്ന സിഫത്തിന്റെ ഭാഗത്തിൽപ്പെടുന്നതാണ്. വഹുവ അത്തായിബു അലൈഹിം ബഅദ തൗബതിഹിം ഖബൂലൻ ലഹാ, തൗബ ചെയ്തു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുക എന്നർത്ഥത്തിലും അല്ലാഹു തായിബാണ്. ഒരാൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ സ്വീകരിക്കുന്നവരാണ് അല്ലാഹ്. ആ ഒന്ന് തൗബ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുന്നു, തിരിച്ചു വരാനുള്ള ഇഖ്ബാലുള്ള മനസ്സ് കൊടുക്കുന്നു എന്നുള്ളത് അത് അല്ലാഹ് കൊടുക്കുന്ന തൗഫീഖാണ്. അല്ലാഹ് തൗഫീഖ് തന്നിട്ടില്ലെങ്കിൽ ഒരാൾക്കും തൗബ ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് തൗബ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നുള്ളതും റഹ്മാനായ തവ്വാബായ അള്ളാഹുവിന്റെ സിഫത്താണ്. വഅഫ്വൻ അൻ ഖതായാഹും, അവരുടെ പാപങ്ങൾ വിട്ടുകൊടുക്കുകയും മായ്ച്ചു കളയുകയും ചെയ്യുന്നു. പിന്നെ അള്ളാഹു തിരിച്ചു വരുന്ന ഒരുത്തനെ പിന്നെ അള്ളാഹു അതുകൊണ്ട് ശിക്ഷിക്കില്ല, പിന്നെ അതുകൊണ്ട് പിടികൂടില്ല. അതല്ല പുറത്തു കൊടുക്കും, വിട്ടുകൊടുക്കും. വഹുവ തവ്വാബ്. അസ്അലുല്ലാഹൽ അളീം ബിഅസ്മാഇഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉലാ അൻ യഗ്ഫിറ ലനാ ദുനൂബനാ وأن يقبل توبتنا جميعا وأن يرحمنا وهو الغفور الرحيم وهو